ഇല്ല, നോ പ്രോബ്ലം. അത് നടന്നിരിക്കും. ഞാനല്ലേ വാക്ക് തരുന്നത്. ഉറപ്പായിട്ടും. ഓ ചെയ്യാന്ന്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വിളിച്ചോളൂ, നമുക്ക് പരിഹാരം കാണാമല്ലോ. ഈവൻ മിഡ് നൈറ്റ് ആണെങ്കിൽ പോലും ഞാൻ ഫോൺ ആൻസർ ചെയ്തിരിക്കും, അറിയാമല്ലോ. ഓ ശരി ശരി ശരി, ഓക്കെ ഓക്കെ, ബൈ, ടേക്ക് കെയർ. എന്ത് എന്ത് അല്ല, എന്തിങ്ങനെ നോയിക്കൊണ്ടിരിക്കണ്? അല്ല എന്തൊക്കെയാണ് നോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല നീ കാര്യം പറ. അല്ല പതിവില്ലാതെ അല്ല ആരെ വിളിച്ചത്? എനിക്ക് ഫോൺ വിളിക്കാനും പാടില്ലേ? അതെന്നെ പറഞ്ഞു വന്ന പതിവില്ലാതെ കളിയും ചിരിയും. ശരി, അപ്പൊ ഞാൻ കളിയും ചിരിയും കൂടി പാടില്ല അല്ലേ? കളി ചിരി ആയിക്കോട്ടെ, ആരെ വിളിച്ചു അത് പറയേ. ഹൈ, എൻ്റെ മനസ്സ് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കളിയും ചിരിയൊക്കെ ആയിട്ട് സംസാരിക്കും. നല്ല ശുദ്ധ മനസ്സാണ് എൻ്റെ, അതുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന ആൾക്കാർ ഹാപ്പി ആയിട്ട് സംസാരിക്കും. ആണല്ലേ? അന്ന് ആരെ വിളിച്ച അതൊന്ന് പറയാൻ പറ്റുമോ? അറിഞ്ഞിട്ട് അറിയണം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എനിക്ക് അറിയണം ആരെ വിളിച്ച. അത്ര തന്നെ. ആരെ വിളിച്ച പറയും. അറിയണോ? ആ അറിയണം. ഉറപ്പാണ്? ആ ഉറപ്പാണ്. നിന്റെ പപ്പ. പപ്പ എന്തിനാ വിളിച്ചേ? അത് പല കാര്യങ്ങളുണ്ടാവും. നിന്റെ പപ്പയും ഞാനും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം. അല്ല പറയാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. എന്തിനാ വിളിച്ചേ? നിന്റെ പപ്പ എന്നെ എപ്പോഴും വിളിക്കും. അതേ, പപ്പ നിന്നെ വിളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, പറയുമ്പോൾ ഒരു കംഫർട്ട് ഫീൽ ചെയ്യണ്ടേ. ഹൈ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ അച്ഛനമ്മമാരോട് സംസാരിക്കുമ്പോഴേ നമ്മൾ മക്കളെ പോലെയല്ല സംസാരിക്കേണ്ടത്, അവരുടെ അച്ഛനമ്മമാരെ പോലെ സംസാരിക്കണം. അവരെ കുട്ടികളെ പോലെ ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് അവർക്കൊരു കുട്ടിത്തരവും തമാശയും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നത്. അതാദ്യം പഠിക്കണം. എനിക്കറിയാം എൻ്റെ പാരൻസിനോട് എങ്ങനെ സംസാരിക്കണം, നിങ്ങൾ പഠിപ്പിക്കുന്ന. ഓക്കെ, ഫോൺ. ഹലോ, പപ്പയായിരിക്കും, എടുക്ക്. ഇങ്ങനെ സംസാരിക്കാം. എന്താ? അല്ല വേണ്ട, അത് ഞാൻ സംസാരിക്കാം. പപ്പയ്ക്ക് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ പറയണ്ടോ? ആ സാരില്ല, നിങ്ങൾ ഇങ്ങനെ ഞാൻ സംസാരിക്കും. ഫോണിൽ തന്നെ. അല്ല എന്തിന്? അത് വൈകിയോട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓഫീസിലെ കാര്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു ഫയൽ ശരിയാക്കാൻ വേണ്ടി. അത് ഓക്കെ ആയി എന്ന് പറയാൻ വേണ്ടി വിളിക്കായിരിക്കും. ആണോ? നിങ്ങൾ ഫോൺ എടുക്കാൻ എന്താ? ഞാൻ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഫോൺ എടുത്തില്ലേ? എന്തുകൊണ്ട് അവളുടെ ഫോൺ എടുത്തില്ല? എനിക്ക് പറയണം, എന്തുകൊണ്ട് എടുത്തില്ല പറ. അല്ല, അത് വൈകിക്ക് ചില കാര്യങ്ങൾ. ഫോൺ അടിക്കുന്നു. ആ പ്രചോദേ, ആ പറയ്. പ്രചോദ് അവളെ ഫോൺ എടുത്തില്ല, ഇങ്ങനെ ഫോൺ എടുത്തില്ലേ? പ്രചോദ് ഓഫീസിലെ കാര്യങ്ങൾ സംസാരിക്കും. പ്രചോദ് ഞാൻ ഇവിടെ പറഞ്ഞാണ്, ഒന്ന് ഹോൾഡ് ചെയ്യേ. ഓഫീസിലെ സീരിയസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാതെ. ആ പ്രചോദ് വായിക്ക്. വായിക്കാനാ? ആ ഒറ്റന്നല്ല, മൊത്തത്തിൽ വായിക്ക്. അത് കറക്റ്റാണ്. കട്ടിയല്ലേ പ്രചോദ, മൊത്തം വായിക്ക്. മൊത്തം വായിക്കാൻ 3-4 ഫയൽ എല്ലാം വായിക്കും. എല്ലാം വായിക്കാം. ഫോണും കട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ടത് അവളെ വൈക, അവളെ പിടിച്ച് പുറത്താക്കണം. എന്നാലും ഇങ്ങനെ അഹങ്കാരം കുറച്ചെങ്കിലും അടങ്ങത്തുള്ളൂ. ഒരു ദിവസം വീട്ടിൽ നിന്നാ ഇല കുത്തിക്കളയാൻ മാത്രമേ തികയുള്ളൂ. ഇതാണ് കൂടുതൽ പറമ്പുള്ള സ്ഥലമൊക്കെ എല്ലാ വീട്ടിൽ താമസിച്ചാൽ. എന്തിനാണ് ഈ മൊസാണ്ട കുന്തം? കുറേ ഇല മാത്രം വന്ന് വീഴുന്നുണ്ട്. ഇതുകൊണ്ട് എന്ത് ഗുണമുള്ളത്? വായിക്കൊള്ളാത്തൊരു പേരും മൊസാണ്ട. അല്ല, മാവൊക്കെയാണ് പ്രയോജനം ഉണ്ടായിരുന്നു, മാങ്ങയെങ്കിലും കിട്ടും. എന്തോരം ഇല്ലേണ് അമ്മ. ഇത് അമ്മ ഇത് ആരോട് സംസാരിച്ചോണ്ടിരുന്നു? എൻ്റെ അച്ഛനോട്. ഭരത്തിന്റെ മണ്ടക്കിരിക്കും അച്ഛൻ തിരിക്കും എങ്ങനെ? അച്ഛൻ വരട്ടെ, പറഞ്ഞു കൊടുക്കാം. മകൻ അച്ഛനെ കുരങ്ങാന്ന് വിളിച്ചു. അങ്ങനെ പറയല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനും അച്ഛനടുത്ത് പറഞ്ഞു കൊടുക്കും. അമ്മ എൻ്റെ അച്ഛനെ വിളിച്ചായിരിക്കും. പറഞ്ഞോ, എനിക്കെന്ത്? എൻ്റെ അച്ഛനില്ലാത്തപ്പോ നിന്റെ അച്ഛൻ എന്നെ പോക്കാലും കുട്ടമ്പലയുടെ മോളെന്നാ വിളിക്കുന്നത്. അപ്പൊ നിന്റെ അച്ഛനില്ലാത്തപ്പോ നിന്നെ എനിക്ക് വിളിക്കാം. അതമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. അല്ല അമ്മ, അമ്മ ഇതിപ്പോ ശരിക്കും ആരോടാണ് സംസാരിച്ചോണ്ടിരുന്നത്? ചേട്ടാ, ഇത് കണ്ടാണ് ഈ ചെടി കൊണ്ട് എന്താണ് പ്രയോജനം? ആ ഹൗസ് ഓണറാണെങ്കിൽ ഇത് വെട്ടാൻ സമ്മതിക്കണമില്ല. കുറേ ഇങ്ങനെ പൊഴിഞ്ഞോണ്ടേ ഇരിക്കുക, ഇല മാത്രം ഇങ്ങനെ വീണോണ്ടിരിക്കും. കണ്ട വല്ല ഇല ഉണ്ടാന്ന് നോക്കി അതിനകത്ത് ആ പൂ മാത്രമേ പൂവാണോ ഇത്? ഇതാ ഇല അതേ ഇങ്ങനെ കിടക്കണം പൂവെന്ന് പറയണത്, വെള്ള കളറായിട്ട്. അല്ലമ്മ, ഇതൊക്കെ പക്ഷേ ചെടിയോട് പറഞ്ഞ അതിന് മനസ്സിലാവോ? ആര് പറഞ്ഞു മനസ്സിലാവില്ല? ചെടിക്കൊക്കെ കേൾക്കാൻ പറ്റും. പറഞ്ഞു നോക്കി എന്തെങ്കിലും. അതെ ചോദിച്ചെന്നേ. എന്താണ് അതെ എന്താ കളിയാക്കാണ്? അങ്ങനൊന്നുമില്ലമ്മ. രാവിലെ തൊട്ട് എൻ്റെ പുറകെ കിടക്കണം, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നേരത്തെ 2 എണ്ണം വന്ന് എന്തൊക്കെയോ ചോദിച്ചിട്ടും പോയി, അമ്മ എന്താ സംസാരിക്കണേന്ന്. അല്ലമ്മ, ഒരു ചെറിയൊരു ഡൗട്ട്. അമ്മ ഈ മരത്തിൻ്റെ അടുത്ത് തന്നെയാണോ സംസാരിച്ചേ?
എന്താണ് സംസാരിച്ച്? ഞാൻ എന്തെങ്കിലും സംസാരിക്കും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ സംസാരിക്കും. അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കണം. നിങ്ങൾ ഫോണും കൊണ്ട് ആ മൂലയ്ക്ക് ഈ മൂലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളടുത്ത് ചോദിക്കണ്ട എന്താ സംസാരിക്കണേന്ന്. എനിക്കെന്താ സംസാരിച്ചൂടെ? എന്താ ഇവിടെ ഒരു ബഹളം? ആ വല്യമ്മ വന്നല്ല, ഇതിൻ്റെ കൂടി കുറവേ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ചേച്ചി നേരത്തെ നമ്മളവിടെ മാവിന്റെ മൂട്ടി പോയപ്പോഴത്തേന് അമ്മ മാവിനോട് സംസാരിക്കുന്ന ചേച്ചി കണ്ടതല്ലേ? ഞാൻ കണ്ടത്, എന്നെ കണ്ടുകൊണ്ട് കണ്ടത്. ആ ഇപ്പൊ ദേ ഞങ്ങളും കണ്ടു. നേരത്തെ ഈ സെയിം ചോദ്യം ഞങ്ങൾ അമ്മയെടുത്ത് ചോദിച്ച് അമ്മ ഞങ്ങളെ ഓട്ടി പറഞ്ഞു വിട്ടു. എന്ത് പറഞ്ഞു വിട്ടെന്ന്? ഓടിച്ച് പറഞ്ഞു വിട്ടെന്ന്. മുന്നേ അമ്മ ഒറ്റ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പൊക്കോളാം. ആ ചോദിക്ക്. അമ്മ ശരിക്കും ഈ മരത്തിന്റെ അടുത്ത് തന്നെയാണ് സംസാരിച്ചത്? ഞാനത് ആന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊയ്ക്കോളൂ. ആ പൊക്കോളാം പൊക്കോളാം. പറയണ്ടേ? തല്ലാൻ വന്നല്ലേ? അല്ല, എന്നാ പറ. പറയാൻ വന്നതാ. പറ. ഞാൻ മരത്തിൻ്റെ അടുത്ത് തന്നെയാണ് സംസാരിച്ചത്. സമാധാനമായില്ലേ? ഇനി പൊയ്ക്കോ. എന്നാലും അമ്മ മരത്തിന്റെ അടുത്തൊക്കെ എന്തിനാണ് സംസാരിച്ചോണ്ടിരുന്നത്? എനിക്ക് സൗകര്യമുള്ളതൊക്കെ ഞാൻ മരത്തിനോട് സംസാരിക്കും. നിന്നെ ബോധിപ്പിക്കണം. നീലമ്മയ്ക്ക് ശരിക്കും ഇതിന് കുഴപ്പമുണ്ടോ? എൻ്റെ മൂത്ത മോൻ്റെ കല്യാണം കഴിയുന്നിടം വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറിയ എന്തോ കുഴപ്പമുണ്ട്. നീയൊക്കെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് വേറെന്തോ അസുഖമാണെന്ന് തോന്നുമല്ലോ. പോ നാലെണ്ണം എൻ്റെ പുറകെ നടക്കുക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. എന്തോ കുഴപ്പമില്ലേ? എന്തോ ഇല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്.